ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 23/5/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? എ. സാമുവൽ, ബി. ദാവീദ്, സി. ഏലി, ഡി. സാവൂൾ. ഉത്തരം എ. സാമുവൽ. ചോദ്യം 2. ഹന്നായുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ഏലിക്ക് അവളെക്കുറിച്ച് എന്താണ് തോന്നിയത്? എ. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു എന്ന്, ബി. അവൾ വലിയ ഹൃദയവ്യഥ അനുഭവിക്കുന്നവളെന്ന്, സി. അവൾ മാനസിക വ്യഥ അനുഭവിക്കുന്നവളെന്ന്, ഡി. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ഉത്തരം ഡി. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ചോദ്യം 3. ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് 1 സാമുവേൽ 2:2 പറയുന്നത്? എ. ദൈവത്തെ പോലെ, ബി. സർവശക്തനെ പോലെ, സി. കർത്താവിനെ പോലെ, ഡി. സൃഷ്ടാവിനെ പോലെ. ഉത്തരം സി. കർത്താവിനെ പോലെ. ചോദ്യം 4. തൻ്റെ പുത്രന്മാരായ ഹോഫ്നിക്കും ഫിനെഹാസിനും എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ. സ്ഥാനഭ്രഷ്ടരാകും, ബി. നാട് കടത്തപ്പെടും, സി. വധിക്കപ്പെടും, ഡി. ഒരേ ദിവസം തന്നെ മരിക്കും. ഉത്തരം ഡി. ഒരേ ദിവസം തന്നെ മരിക്കും. ചോദ്യം 5. സാമുവേലിൻ്റെ കാലത്ത് ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? എ. മൊവാബിയർ, ബി. അമ്മോന്യർ, സി. ഫിലിസ്തീർ, ഡി. ജബൂസ്യർ. ഉത്തരം സി. ഫിലിസ്തീർ. ചോദ്യം 6. 1 സാമുവേൽ 4:4 സമാനമായ വാക്യം ഏത്? എ. പുറപ്പാട് 25:20, ബി. 25:21, സി. 25:22, ഡി. 25:23. ഉത്തരം സി. പുറപ്പാട് 25:22. ചോദ്യം 7. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ബെത്ഷെമിഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? എ. പശുക്കളെ കെട്ടിയ വണ്ടി, ബി. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ, സി. പാഞ്ഞെടുക്കുന്ന പടയാളികളെ, ഡി. കർത്താവിൻ്റെ പേടകം. ഉത്തരം ഡി. കർത്താവിൻ്റെ പേടകം. ചോദ്യം 8. സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം ആരുടെ കാലം മുതൽ ആരുടെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് വിവരിക്കുന്നത്? എ. ദാവീദ് മുതൽ സാമുവേൽ വരെ, ബി. സാമുവേൽ മുതൽ ദാവീദ് വരെ, സി. സാമുവേൽ മുതൽ സാവൂൾ വരെ, ഡി. സാമുവേൽ മുതൽ ജോഷുവ വരെ. ഉത്തരം ബി. സാമുവേൽ മുതൽ ദാവീദ് വരെ. ചോദ്യം 9. ആര് ആരോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും, നിന്റെ ലഹരി അവസാനിപ്പിക്കുക? എ. ഏലി പെനീനായോട്, ബി. ഏലി എൽക്കാനയോട്, സി. ഏലി സ്വപുത്രനോട്, ഡി. ഏലി ഹന്നായോട്. ഉത്തരം ഡി. ഏലി ഹന്നായോട്. ചോദ്യം 10. നമ്മുടെ ദൈവത്തെപ്പോലെ എപ്രകാരമുള്ള ഒരു ആശ്രയമില്ല എന്നാണ് 1 സാമുവേൽ 2:2 പറയുന്നത്? എ. വിശ്വസ്തനായ, ബി. ശക്തനായ, സി. കരുണാമയനായ, ഡി. സുസ്ഥിരമായ. ഉത്തരം ഡി. സുസ്ഥിരമായ. ചോദ്യം 11. എത്ര അടയാളങ്ങളാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിക്ക് നൽകുന്നത്? എ. 4, ബി. 5, സി. 3, ഡി. 2. ഉത്തരം എ. 4. ചോദ്യം 12. സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? എ. അഫക്കിൽ, ബി. ഗിലെയാദിൽ,
സി ഏദോമിൽ, ഡി എബനേസറിൽ. ഉത്തരം ഡി എബനേസറിൽ. ചോദ്യം 13. ഫിനെഹാസിൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച 3 സംഭവങ്ങളിൽ പെടാത്തത് ഏത്? എ ഭർത്താവിൻ്റെ മരണം, ബി പുത്രൻ്റെ മരണം, സി അമ്മായിയപ്പൻ്റെ മരണം, ഡി ദൈവത്തിൻ്റെ പേടകം നഷ്ടപ്പെട്ടത്. ഉത്തരം ബി പുത്രൻ്റെ മരണം. ചോദ്യം 14. കർത്താവിൻ്റെ പേടകം കണ്ടപ്പോൾ ബെത്ഷെമിഷിലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? എ അവർ അലറിക്കരഞ്ഞു, ബി അവർ ആർപ്പ് വിളിച്ചു, സി അവർ അത്യധികം ആനന്ദിച്ചു, ഡി അവർ മുറവിളി കൂട്ടി. ഉത്തരം സി അവർ അത്യധികം ആനന്ദിച്ചു. ചോദ്യം 15. 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ എന്തു പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്നത്? എ 1-4 സാമുവേൽ, ബി 1-4 ന്യായാധിപന്മാർ, സി 1-4 രാജാക്കന്മാർ, ഡി 1-4 ദിനവൃത്താന്തം. ഉത്തരം സി 1-4 രാജാക്കന്മാർ. ചോദ്യം 16. വളരെയേറെ എന്ത് അനുഭവിക്കുന്നവളാണ് താൻ എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത്? എ ഹൃദയവ്യഥ, ബി മാനസിക വ്യഥ, സി മനോവേദന, ഡി മാനസിക പീഡനം. ഉത്തരം സി മനോവേദന. ചോദ്യം 17. എപ്രകാരം മേലിൽ സംസാരിക്കരുത് എന്നാണ് 1 സാമുവേൽ 2:3 പറയുന്നത്? എ അഹന്തയോടെ, ബി അഹങ്കാരത്തോടെ, സി ഗർവോടെ, ഡി ധാർഷ്ട്യത്തോടെ. ഉത്തരം എ അഹന്തയോടെ. ചോദ്യം 18. രണ്ടാമത്തെ അടയാളത്തിൽ എൻ്റെ എന്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ വചനമനുസരിച്ച്, ബി കൽപ്പനയ്ക്കനുസരിച്ച്, സി ഇംഗിതത്തിനനുസരിച്ച്, ഡി ഹൃദയാഭിലാഷമനുസരിച്ച്. ഉത്തരം ഡി ഹൃദയാഭിലാഷമനുസരിച്ച്. ചോദ്യം 19. സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഫിലിസ്ത്യർ എവിടെയാണ് പാളയമടിച്ചത്? എ അഫക്കിൽ, ബി ഗിലെയാദിൽ, സി ഏദോമിൽ, ഡി എബനേസറിൽ. ഉത്തരം എ അഫക്കിൽ. ചോദ്യം 20. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 21, ബി 18, സി 31, ഡി 23. ഉത്തരം എ 21. ചോദ്യം 21. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടി എവിടെ ചെന്നാണ് നിന്നത്? എ സാമുവേലിൻ്റെ ഭവനത്തിൽ, ബി ബെത്ഷെമിഷുകാരനായ ജോഷുവയുടെ വയലിൽ, സി ബെത്ഷെമിഷുകാരനായ ഏലിയുടെ വയലിൽ, ഡി ബെത്ഷെമിഷ് ദേവാലയത്തിൽ. ഉത്തരം ബി ബെത്ഷെമിഷുകാരനായ ജോഷുവയുടെ വയലിൽ. ചോദ്യം 22. ഏത് കാലഘട്ടത്തിലാണ് ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ചത്? എ BC 950 ബി BC 1150 സി BC 1500 ഡി BC 1050. ഉത്തരം ബി ഡി BC 1050. ചോദ്യം 23. താൻ എന്ത് കഴിച്ചിട്ടില്ല എന്നാണ് 1 സാമുവേൽ 1:15 ഹന്ന ഏലിയോട് പറയുന്നത്? എ മദ്യമോ ലഹരി പാനീയമോ, ബി വീഞ്ഞോ ലഹരി പാനീയമോ, സി വിലക്കപ്പെട്ട ഭക്ഷണം, ഡി വീഞ്ഞോ മദ്യമോ. ഉത്തരം ബി വീഞ്ഞോ ലഹരി പാനീയമോ. ചോദ്യം 24. നിന്റെ നാവിൽ നിന്ന് എന്തു പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്? എ ഗർവ്, ബി അസത്യം, സി അശുദ്ധി, ഡി തിന്മ. ഉത്തരം എ ഗർവ്. ചോദ്യം 25. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്തിനു വേണ്ടി എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന് യാചിക്കും എന്നാണ്
1 സാമുവേൽ 2:36 പറയുന്നത്. എ ഒരു വെള്ളിക്കാശിനു വേണ്ടി, ബി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, സി ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന്, ഡി ഒന്ന് തല ചായ്ക്കുവാനായി. ഉത്തരം സി ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന്. ചോദ്യം 26. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ആദ്യ യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്തീർ വധിച്ചു? എ 40,000-ഓളം, ബി 30,000-ഓളം, സി 3,000-ഓളം, ഡി 4,000-ഓളം. ഉത്തരം ഡി 4,000-ഓളം. ചോദ്യം 27. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 19, ബി 32, സി 28, ഡി 22. ഉത്തരം ഡി 22. ചോദ്യം 28. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടി ചെന്ന് നിന്ന ജോഷുവയുടെ വയലിൽ എന്തുണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയുന്നത്? എ ഒരു ക്ഷേത്രം, ബി ഒരു വലിയ കല്ല്, സി ഒരു ബലിപീഠം, ഡി ഒരു ധാന്യപ്പുര. ഉത്തരം ബി ഒരു വലിയ കല്ല്. ചോദ്യം 29. മറ്റു ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചത്? എ സന്തോഷവും സമാധാനവും, ബി സമ്പത്തും ഐശ്വര്യവും, സി സമ്പത്തും സമാധാനവും, ഡി സമാധാനവും ഐശ്വര്യവും. ഉത്തരം ഡി സമാധാനവും ഐശ്വര്യവും. ചോദ്യം 30. കർത്താവിൻ്റെ മുമ്പിൽ താൻ എന്തു പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത്? എ എൻ്റെ ഹൃദയവികാരങ്ങൾ, ബി എൻ്റെ ഹൃദയവിചാരങ്ങൾ, സി എൻ്റെ ഹൃദയവ്യഥകൾ, ഡി എൻ്റെ ഹൃദയവേദനകൾ. ഉത്തരം എ എൻ്റെ ഹൃദയവികാരങ്ങൾ. ചോദ്യം 31. 1 സാമുവേൽ 2:3 ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണമെന്ത്? എ കാരുണ്യവാനായ, ബി സർവജ്ഞനായ, സി സർവശക്തനായ, ഡി സ്നേഹം തന്നെയായ. ഉത്തരം ബി സർവജ്ഞനായ. ചോദ്യം 32. 1 സാമുവേൽ 2:8 പ്രതിപാദിക്കുന്ന 5 കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? എ ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു, ബി അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, സി അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു, ഡി ദരിദ്രനെ ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. ഉത്തരം സി അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ചോദ്യം 33. ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? 1 സാമുവേൽ 4:3. ഇത് ആരുടെ വാക്കുകൾ? എ ഏലിയുടെ, ബി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ, സി സാമുവലിൻ്റെ, ഡി ഇസ്രായേൽ ജനത്തിൻ്റെ. ഉത്തരം ബി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ. ചോദ്യം 34. അധ്യായവും വാക്യവും ഏത്? സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. എ 1 സാമുവേൽ 3:17, ബി 3:18, സി 3:19, ഡി 3:20. ഉത്തരം സി 1 സാമുവേൽ 3:19. ചോദ്യം 35. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുവന്ന വണ്ടിയിൽ കെട്ടിയിരുന്ന പശുക്കളെ ബെത്ഷെമെഷിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? എ അവർ സ്വതന്ത്രരാക്കി, ബി ഭവനത്തിലേക്ക് കൊണ്ടുപോയി, സി ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു, ഡി തിരിച്ചയച്ചു. ഉത്തരം സി ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു. ചോദ്യം 36. ആരുടെ നേതൃത്വമാണ് ഇസ്രായേൽ ജനത്തിന് സ്വീകാര്യമാകാതിരുന്നത്? എ സാവൂളിൻ്റെ പുത്രന്മാരുടെ, ബി ഏലിയുടെ പുത്രന്മാരുടെ, സി സാമുവലിൻ്റെ പുത്രന്മാരുടെ, ഡി ദാവീദിൻ്റെ പുത്രന്മാരുടെ. ഉത്തരം സി സാമുവലിൻ്റെ പുത്രന്മാരുടെ. ചോദ്യം 37. ഈ ദാസിയെ എന്തായി വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് അപേക്ഷിക്കുന്നത്? എ അധപ്പതിച്ച ഒരുവളായി, ബി വഴിപിഴച്ച ഒരുവളായി,
സി ഒരു അവിസാരികയായി, ഡി ഒരു അവിശ്വാസിയായി? ഉത്തരം എ അധപ്പതിച്ച ഒരുവളായി. ചോദ്യം 38. സർവജ്ഞനായ ദൈവം എന്ത് ചെയ്യുന്നു എന്നാണ് 1 സാമുവേൽ 2:3 പറയുന്നത്? എ എല്ലാം നിരീക്ഷിക്കുന്നു, ബി എല്ലാം നിയന്ത്രിക്കുന്നു, സി പ്രവൃത്തികളെ വിലയിരുത്തുന്നു, ഡി പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. ഉത്തരം സി പ്രവൃത്തികളെ വിലയിരുത്തുന്നു. ചോദ്യം 39. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു, അങ്ങനെ അവരെ ആരോടൊപ്പമാണ് ഇരുത്തുന്നത്? എ രാജാക്കന്മാരോടൊപ്പം, ബി പ്രഭുക്കന്മാരോടൊപ്പം, സി ധനവാന്മാരോടൊപ്പം, ഡി നേതാക്കൾക്കൊപ്പം. ഉത്തരം ബി പ്രഭുക്കന്മാർക്കൊപ്പം. ചോദ്യം 40. നമുക്ക് ഷീലോയിൽ നിന്ന് എന്തു കൊണ്ടുവരാം എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? എ മല്ലന്മാരെ, ബി യുദ്ധവീരന്മാരെ, സി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം, ഡി വാഗ്ദാന പേടകം. ഉത്തരം സി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. ചോദ്യം 41. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 22, ബി 12, സി 17, ഡി 33. ഉത്തരം ബി 12. ചോദ്യം 42. കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? എ വയലിലെ ഭൃത്യന്മാർ, ബി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, സി ദേവാലയ ശുശ്രൂഷകർ, ഡി ലേവ്യർ. ഉത്തരം ഡി ലേവ്യർ. ചോദ്യം 43. സാമുവലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം സ്വീകാര്യമാകാതിരുന്ന ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ശഠിച്ചത്? എ അവരെ പുറത്താക്കാൻ, ബി തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന്, സി രാജഭരണത്തിനു വേണ്ടി, ഡി പുതിയ നേതൃത്വത്തിനു വേണ്ടി. ഉത്തരം ബി തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന്. ചോദ്യം 44. അത്യധികമായ എന്തുമൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് 1 സാമുവേൽ 1:16 ഹന്ന ഏലിയോട് പറയുന്നത്? എ ആകുലതയും ഹൃദയവ്യഥയും, ബി ആകുലതയും അസ്വസ്ഥതയും, സി ഉത്കണ്ഠയും അസ്വസ്ഥതയും, ഡി ആകുലതയും അസ്വാസ്ഥ്യവും. ഉത്തരം ബി ആകുലതയും അസ്വസ്ഥതയും. ചോദ്യം 45. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, തുടർന്നു വരുന്ന വാക്യമെന്ത്? എ ബലഹീനരാകട്ടെ രക്ഷ പ്രാപിക്കുന്നു, ബി ബലഹീനരാകട്ടെ ശക്തിപ്പെടുന്നു, സി ബലഹീനരാകട്ടെ സ്വതന്ത്രരാകുന്നു, ഡി ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ഉത്തരം ഡി ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ചോദ്യം 46. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ്, അതിന്മേൽ അവിടുന്ന് എന്ത് ചെയ്തിരിക്കുന്നു? എ ഭൂമിയെ ഉയർത്തിയിരിക്കുന്നു, ബി ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു, സി ലോകത്തെ പടുത്തുയർത്തിയിരിക്കുന്നു, ഡി ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു. ഉത്തരം ബി ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ചോദ്യം 47. കർത്താവ് എപ്രകാരം ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കും എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? എ നമുക്കായി യുദ്ധം ചെയ്തുകൊണ്ട്, ബി ശത്രുക്കളുടെ മേൽ കന്മഴ പെയ്യിച്ചുകൊണ്ട്, സി ശത്രുക്കളെ ചിതറിച്ചുകൊണ്ട്, ഡി നമ്മുടെ മധ്യേ വന്ന്. ഉത്തരം ഡി നമ്മുടെ മധ്യേ വന്ന്. ചോദ്യം 48. 1 സാമുവേൽ 5-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? എ വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു, ബി പേടകം തിരിച്ചെത്തുന്നു, സി പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ, ഡി സാമുവൽ ന്യായാധിപൻ. ഉത്തരം സി പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ചോദ്യം 49. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? എ 5, ബി 6, സി 3, ഡി 7. ഉത്തരം എ 5. ചോദ്യം 50. കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല
എന്ന അഭിപ്രായമുണ്ടായിരുന്ന വ്യക്തി ആരാണ്? എ സാമുവൽ, ബി ഏലി, സി എൽക്കാന, ഡി ഹന്ന. ഉത്തരം എ സാമുവൽ. ചോദ്യം 51. ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ഹന്നായോട് പറയുന്നത്? എ രക്ഷകനായ ദൈവം, ബി കരുണാമയനായ ദൈവം, സി ഇസ്രായേലിൻ്റെ ദൈവം, ഡി അബ്രാഹത്തിൻ്റെ ദൈവം. ഉത്തരം സി ഇസ്രായേലിൻ്റെ ദൈവം. ചോദ്യം 52. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി എന്തു ചെയ്യുന്നു? എ ഭിക്ഷ യാചിക്കുന്നു, ബി കൈനീട്ടുന്നു, സി അടിമവേല ചെയ്യുന്നു, ഡി കൂലിപ്പണി ചെയ്യുന്നു. ഉത്തരം ഡി കൂലിപ്പണി ചെയ്യുന്നു. ചോദ്യം 53. ഏലിയുടെ പുത്രന്മാരുടെ 2 ദുസ്വഭാവങ്ങളെക്കുറിച്ച് 1 സാമുവേൽ 2:12 പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് ഏത്? എ അഹങ്കാരികൾ, ബി തന്നിഷ്ടക്കാർ, സി കർത്താവിനെ ബഹുമാനിക്കാത്തവർ, ഡി കലഹപ്രിയർ. ഉത്തരം സി കർത്താവിനെ ബഹുമാനിക്കാത്തവർ. ചോദ്യം 54. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഷീലോയിലേക്ക് ആളയച്ച് എവിടെ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? എ കെരൂബുകളുടെ മേൽ, ബി അതിവിശുദ്ധ സ്ഥലത്ത്, സി ബലിപീഠത്തിന്മേൽ, ഡി സിംഹാസനത്തിന്മേൽ. ഉത്തരം എ കെരൂബുകളുടെ മേൽ. ചോദ്യം 55. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം ആദ്യം കൊണ്ടുപോയത് എവിടേക്കാണ്? എ എക്രോണിലേക്ക്, ബി ഗത്തിലേക്ക്, സി അഷ്കലോണിലേക്ക്, ഡി അഷ്ദോദിലേക്ക്. ഉത്തരം ഡി അഷ്ദോദിലേക്ക്. ചോദ്യം 56. 5 ഫിലിസ്ത്യ പ്രഭുക്കന്മാരും എവിടേക്കാണ് മടങ്ങിപ്പോയത്? എ എക്രോണിലേക്ക്, ബി ഗത്തിലേക്ക്, സി ബഥേലിലേക്ക്, ഡി മിസ്പായിലേക്ക്. ഉത്തരം എ എക്രോണിലേക്ക്. ചോദ്യം 57. ഇസ്രായേൽ ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സാമുവൽ ആരെയാണ് രാജാവായി അഭിഷേകം ചെയ്തത്? എ സാവൂളിനെ, ബി ദാവീദിനെ, സി സോളമനെ, ഡി ശിമയോനെ. ഉത്തരം എ സാവൂളിനെ. ചോദ്യം 58. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഇത് ആരുടെ വാക്കുകൾ? എ പെനീന്നായുടെ, ബി സാറായുടെ, സി അന്നായുടെ, ഡി ഹന്നായുടെ. ഉത്തരം ഡി ഹന്നായുടെ. ചോദ്യം 59. ആരാണ് സംതൃപ്തി അടയുന്നത്? എ ദൈവത്തിൽ ആശ്രയിച്ചവർ, ബി എളിമയുള്ളവർ, സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ, ഡി നീതിമാന്മാർ. ഉത്തരം സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ. ചോദ്യം 60. സാമുവലിന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു? എ 3, ബി 2, സി 1, ഡി സഹോദരർ ഇല്ല. ഉത്തരം എ 3. ചോദ്യം 61. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എവിടെ എത്തിയപ്പോഴാണ് ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചത്? എ യുദ്ധമുഖത്ത്, ബി ദേവാലയത്തിൽ, സി കൂടാരത്തിൽ, ഡി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ. ഉത്തരം സി കൂടാരത്തിൽ. ചോദ്യം 62. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം ആദ്യം സ്ഥാപിച്ചത് എവിടെയാണ്? എ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം, ബി ബാലിൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം, സി മോളക്കിൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം, ഡി കെമോഷ് ദേവൻ്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ഉത്തരം എ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 63. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ മൂന്നാമത്തേത് ഏത് ദേശത്തിനു വേണ്ടിയുള്ളതായിരുന്നു? എ ഗത്തിന്, ബി ഗാസായ്ക്ക്, സി അഷ്ദോദിന്, ഡി അഷ്കലോണ്. ഉത്തരം ഡി അഷ്കലോന്. ചോദ്യം 64. ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ
വിജയം വരിച്ചെങ്കിലും എപ്രകാരം പ്രവർത്തിച്ചതുകൊണ്ടാണ് സാവൂൾ തിരസ്കൃതനായത്? എ. കർത്താവിനെതിരായി, ബി. ദൈവഹിതത്തിന് വിരുദ്ധമായി, സി. ദൈവത്തിനെതിരായി, ഡി. ജനഹിതത്തിന് വിരുദ്ധമായി. ഉത്തരം ബി. ദൈവഹിതത്തിന് വിരുദ്ധമായി. ചോദ്യം 65. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് എന്തു ചെയ്തതിന് ശേഷമാണ് റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങിയത്? എ. ബലിയർപ്പിച്ചതിന് ശേഷം, ബി. കർത്താവിന് നന്ദി പറഞ്ഞതിന് ശേഷം, സി. കർത്താവിനെ ആരാധിച്ചതിന് ശേഷം, ഡി. കർത്താവിന് കാഴ്ചയർപ്പിച്ചതിന് ശേഷം. ഉത്തരം സി. കർത്താവിനെ ആരാധിച്ചതിന് ശേഷം. ചോദ്യം 66. 1 സാമുവേൽ 2:5 പ്രകാരം ആരാണ് നിരാലംബയാകുന്നത്? എ. വിധവയായവൾ, ബി. സന്താന സമ്പത്തുള്ളവൾ, സി. വന്ധിയായിരുന്നവൾ, ഡി. കർത്താവിനെ മറന്നവൾ. ഉത്തരം ബി. സന്താന സമ്പത്തുള്ളവൾ. ചോദ്യം 67. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു, അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി എന്തിന് അവകാശികളാക്കുന്നു എന്നാണ് 1 സാമുവേൽ 2:8 പറയുന്നത്? എ. മഹിമയുടെ സിംഹാസനത്തിന്, ബി. രാജ്യഭരണത്തിന്, സി. രാജകീയ സിംഹാസനത്തിന്, ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ഉത്തരം ഡി. ഉന്നത സ്ഥാനങ്ങൾക്ക്. ചോദ്യം 68. എവിടെ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? എ. ഷീലോയിൽ നിന്ന്, ബി. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്, സി. ദേവാലയത്തിൽ നിന്ന്, ഡി. യുദ്ധമുഖത്ത് നിന്ന്. ഉത്തരം ബി. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്. ചോദ്യം 69. ദൈവത്തിൻ്റെ പേടകം ആദ്യം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്തോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ എന്താണ് പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്? എ. ദാഗോൻ്റെ ബലിപീഠം, ബി. ദാഗോൻ്റെ ബിംബം, സി. ദാഗോൻ്റെ കിരീടം, ഡി. ദാഗോൻ്റെ ചെങ്കോൽ. ഉത്തരം ബി. ദാഗോൻ്റെ ബിംബം. ചോദ്യം 70. സ്വർണ്ണ എലികൾ ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും മറ്റെന്തിൻ്റെയും സംഖ്യ അനുസരിച്ചായിരുന്നു? എ. നഗരപ്രാന്തങ്ങളുടെയും, ബി. നദികളുടെയും, സി. തുറസായ ഗ്രാമങ്ങളുടെയും, ഡി. ക്ഷേത്രങ്ങളുടെയും. ഉത്തരം സി. തുറസായ ഗ്രാമങ്ങളുടെയും. ചോദ്യം 71. സാവൂളിന് പകരം അദ്ദേഹം അറിയാതെ സാമുവേൽ അഭിഷേകം ചെയ്തത് ആരെയാണ്? എ. സോളമനെ, ബി. ഏലിയുടെ പുത്രനായ ഫിനെഹാസിനെ, സി. ജെസയുടെ പുത്രനായ ദാവീദിനെ, ഡി. ജെസയുടെ പുത്രനായ അബീനാദാബിനെ. ഉത്തരം സി. ജെസയുടെ പുത്രനായ ദാവീദിനെ. ചോദ്യം 72. പൂരിപ്പിക്കുക. ഞാൻ അവനെ കർത്താവിനോട് ഡാഷ് എന്നു പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്നു പേരിട്ടു. എ. പ്രാർത്ഥിച്ചു വാങ്ങിയതാണ്, ബി. ചോദിച്ചു വാങ്ങിയതാണ്, സി. അപേക്ഷിച്ചു വാങ്ങിയതാണ്, ഡി. യാചിച്ചു വാങ്ങിയതാണ്. ഉത്തരം ബി. ചോദിച്ചു വാങ്ങിയതാണ്. ചോദ്യം 73. കർത്താവ് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് എന്താണ്? എ. ജീവൻ, ബി. സമ്പത്ത്, സി. ആയുസ്, ഡി. ഐശ്വര്യം. ഉത്തരം എ. ജീവൻ. ചോദ്യം 74. അധ്യായവും വാക്യവും ഏത്? ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എ. 1 സാമുവേൽ 2:7, ബി. 1 സാമുവേൽ 2:8, സി. 1 സാമുവേൽ 2:9, ഡി. 1 സാമുവേൽ 2:10. ഉത്തരം എ. 1 സാമുവേൽ 2:7. ചോദ്യം 75. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയ ഫിലിസ്തീർ എന്താണ് മനസ്സിലാക്കിയത്? എ. കർത്താവിൻ്റെ പേടകം ദേവാലയത്തിൽ എത്തിയെന്ന്, ബി. ദേവന്മാർ കൂടാരത്തിൽ എത്തിയെന്ന്, സി. കർത്താവിൻ്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന്, ഡി. ദൈവത്തിൻ്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന്. ഉത്തരം സി.
കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന്. ചോദ്യം 76. ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? എ. അഷ്തോദിലുള്ള ബാലിൻ്റെ, ബി. അഷ്തോദിലുള്ള മോളക്കിൻ്റെ, സി. അഷ്തോദിലുള്ള ദാഗോൻ്റെ, ഡി. അഷ്കലോണിലുള്ള ദാഗോൻ്റെ. ഉത്തരം സി. അഷ്തോദിലുള്ള ദാഗോൻ്റെ. ചോദ്യം 77. ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബെത്ഷെമെഷുകാരനായ ജോഷുവയുടെ വയലിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. ജോഷുവയുടെ കിണർ, ബി. കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച വലിയ കല്ല്, സി. കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന വണ്ടി, ഡി. കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ബലിപീഠം. ഉത്തരം ബി. കർത്താവിൻ്റെ പേടകം ഇറക്കി വച്ച വലിയ കല്ല്. ചോദ്യം 78. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സാവൂൾ മരിച്ചത് എങ്ങനെയാണ്? എ. സ്വന്തം കുതിരയുടെ ചവിട്ടേറ്റ്, ബി. സ്വന്തം രഥത്തിൽ നിന്ന് വീണ്, സി. സ്വന്തം ഭടന്മാരിലൂടെ, ഡി. സ്വന്തം വാളിൽ വീണ്. ഉത്തരം ഡി. സ്വന്തം വാളിൽ വീണ്. ചോദ്യം 79. ബാലനായ സാമുവലിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോൾ ഹന്ന 3 കാഴ്ചവസ്തുക്കൾ കൂടെ കരുതിയിരുന്നു. അതിൽ മൂന്നാമത്തെ കാഴ്ചവസ്തു എന്താണ്? എ. 1 ഏഫ മാവ്, ബി. 1 കലം വീഞ്ഞ്, സി. 1 കുടം വീഞ്ഞ്, ഡി. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി. ഉത്തരം സി. 1 കുടം വീഞ്ഞ്. ചോദ്യം 80. കർത്താവ് പാതാളത്തിലേക്ക് ഇറക്കുന്നത് പോലെ തന്നെ എന്തു ചെയ്യുന്നു? എ. കര കയറ്റുകയും ചെയ്യുന്നു, ബി. അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു, സി. അവിടെ നിന്ന് പുറത്തിറക്കുകയും ചെയ്യുന്നു, ഡി. അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തരം ബി. അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ചോദ്യം 81. അധ്യായവും വാക്യവും ഏത്? ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. എ. 1 സാമുവേൽ 2:18, ബി. 2:19, സി. 2:20, ഡി. 2:26. ഉത്തരം ഡി. 1 സാമുവേൽ 2:26. ചോദ്യം 82. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കിയ ഫിലിസ്ത്യരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എ. അവർ അസ്തപ്രജ്ഞരായി, ബി. അവർ ഭയന്ന് വിറച്ചു, സി. തങ്ങളുടെ പരാജയം ഉറപ്പായെന്ന്, ഡി. അവർ ഭയചകിതരായി. ഉത്തരം ഡി. അവർ ഭയചകിതരായി. ചോദ്യം 83. 1 സാമുവേൽ 5:6 പ്രകാരം കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് പ്രബലമായത്? എ. ഇസ്രായേൽ ജനത്തിനെതിരെ, ബി. ഫിലിസ്ത്യർക്കെതിരെ, സി. ഏലിയുടെ മക്കൾക്കെതിരെ, ഡി. അഷ്തോദിലുള്ള ജനങ്ങൾക്കെതിരെ. ഉത്തരം ഡി. അഷ്തോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 84. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തിനോക്കിയ ആരെയാണ് അവിടുന്ന് വധിച്ചത്? എ. 700 ബെത്ഷെമെഷുകാരെ, ബി. 7000 ബെത്ഷെമെഷുകാരെ, സി. 70 ബെത്ഷെമെഷുകാരെ, ഡി. 70 എക്രോണിയരെ. ഉത്തരം സി. 70 ബെത്ഷെമെഷുകാരെ. ചോദ്യം 85. ദാവീദ് എവിടെ വെച്ചാണ് പരസ്യമായി അഭിഷിക്തനായത്? എ. ജെറുസലേമിൽ വച്ച്, ബി. യൂദയായിൽ വച്ച്, സി. ഏദോമിൽ വച്ച്, ഡി. ഹെബ്രോണിൽ വച്ച്. ഉത്തരം ഡി. ഹെബ്രോണിൽ വച്ച്. ചോദ്യം 86. എന്നേക്കും വസിക്കുന്നതിനായി എവിടെയുള്ള കർത്താവിൻ്റെ ആലയത്തിലേക്കാണ് ഹന്ന ബാലനായ സാമുവലിനെ കൊണ്ടുവന്നത്? എ. ഷീലോയിലുള്ള, ബി. ഹെബ്രോണിലുള്ള, സി. റാമായിലുള്ള, ഡി. ജെറുസലേമിലുള്ള. ഉത്തരം എ. ഷീലോയിലുള്ള. ചോദ്യം 87. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, അതുപോലെ എന്തു ചെയ്യുന്നതും കർത്താവാണ് എന്നാണ് 1 സാമുവേൽ 2:7 പറയുന്നത്. എ. രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും, ബി. രാജാവാക്കുന്നതും യാചകനാക്കുന്നതും, സി. താഴ്ത്തുന്നതും ഉയർത്തുന്നതും, ഡി. അടുത്ത് നിർത്തുന്നതും അകറ്റി നിർത്തുന്നതും. ഉത്തരം സി. താഴ്ത്തുന്നതും ഉയർത്തുന്നതും.
ചോദ്യം 88. ആരുടെ സാന്നിധ്യത്തിലാണ് ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? എ. പുരോഹിതരുടെ, ബി. ജനങ്ങളുടെ, സി. ഏലിയുടെ, ഡി. വാഗ്ദാന പേടകത്തിൻ്റെ. ഉത്തരം സി. ഏലിയുടെ. ചോദ്യം 89. മരുഭൂമിയിൽ വച്ച് എപ്രകാരം ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ എന്നാണ് ഫിലിസ്ത്യർ പറയുന്നത്? എ. നിരവധി ബാധകൾ കൊണ്ട്, ബി. അടിമകളാക്കി, സി. ദുരന്തങ്ങൾക്കിടയാക്കി, ഡി. കൂട്ടക്കുരുതി നടത്തി. ഉത്തരം എ. നിരവധി ബാധകൾ കൊണ്ട്. ചോദ്യം 90. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ എപ്രകാരമാണ് കർത്താവ് കഷ്ടപ്പെടുത്തിയത്? എ. കുരുക്കൾ വരുത്തി, ബി. രോഗപീഠകൾ കൊണ്ട്, സി. നാട്ടിൽ ക്ഷാമം വരുത്തിക്കൊണ്ട്, ഡി. ചുഴലിക്കാറ്റ് അയച്ച്. ഉത്തരം എ. കുരുക്കൾ വരുത്തി. ചോദ്യം 91. ബെത്ഷെമെഷിലെ ആളുകൾ ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണം എന്താണ്? എ. സർവശക്തനായ, ബി. കാരുണ്യവാനായ, സി. കൃപാലുവായ, ഡി. പരിശുദ്ധനായ. ഉത്തരം ഡി. പരിശുദ്ധനായ. ചോദ്യം 92. ദാവീദ് എത്ര വർഷം ഹെബ്രോൺ ആസ്ഥാനമായി ഭരണം നടത്തി? എ. 5, ബി. 6, സി. 7, ഡി. 8. ഉത്തരം സി. 7. ചോദ്യം 93. ബാലനായ സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ഹന്ന എന്തിനെയാണ് ബലിയർപ്പിച്ചത്? എ. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെ, ബി. 3 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ, സി. 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, ഡി. ഒരു കുടം വീഞ്ഞ്. ഉത്തരം എ. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെ. ചോദ്യം 94. ഹന്നായുടെ കീർത്തനത്തിൽ 1 സാമുവൽ 2:8 എത്ര കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ഡി. 5. ചോദ്യം 95. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. തുടർന്നു പറയുന്നത് എന്താണ്? എ. ദർശനങ്ങൾ സാധാരണമായിരുന്നു, ബി. ദർശനങ്ങൾ വളരെയായിരുന്നു, സി. ദർശനങ്ങൾ അസാധാരണമായിരുന്നു, ഡി. ദർശനങ്ങൾ വിരളമായിരുന്നു. ഉത്തരം ഡി. ദർശനങ്ങൾ വിരളമായിരുന്നു. ചോദ്യം 96. എപ്രകാരം യുദ്ധം ചെയ്യുവാനാണ് 1 സാമുവേൽ 4:9 ഫിലിസ്ത്യരോട് ആഹ്വാനം ചെയ്യുന്നത്? എ. സകല ആയുധങ്ങളോടും കൂടെ, ബി. സർവശക്തിയോടും കൂടി, സി. ഉഗ്രകോപത്തോടെ, ഡി. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ഉത്തരം ഡി. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ചോദ്യം 97. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. 1 സാമുവേൽ 5:7. ഇത് ആരുടെ വാക്കുകൾ? എ. എക്രോണിലെ ജനങ്ങളുടെ, ബി. ദാഗോൻ്റെ പുരോഹിതരുടെ, സി. ഫിലിസ്ത്യ ശ്രേഷ്ഠന്മാരുടെ, ഡി. അഷ്തോദിലെ ജനങ്ങളുടെ. ഉത്തരം ഡി. അഷ്തോദിലെ ജനങ്ങളുടെ. ചോദ്യം 98. ബെത്ഷെമെഷിലെ ആളുകൾ എവിടെയുള്ള ജനങ്ങളുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? എ. കിരിയാത്ത് യയാറിമിലെ, ബി. മിസ്പായിലെ, സി. ഗിൽഗാലിലെ, ഡി. ഇസ്രായേലിലെ. ഉത്തരം എ. കിരിയാത്ത് യയാറിമിലെ. ചോദ്യം 99. ദാവീദ് ഹെബ്രോണിൽ നിന്ന് തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? എ. ഡമാസ്കസിലേക്ക്, ബി. ജെറുസലേമിലേക്ക്, സി. ബത്ലഹേമിലേക്ക്, ഡി. ബത്തേലിലേക്ക്. ഉത്തരം ബി. ജെറുസലേമിലേക്ക്. ചോദ്യം 100. 1 സാമുവേൽ 1:26 ഹന്ന ഏലിയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച വാക്ക് ഏതാണ്? എ. പ്രഭോ, ബി. ഗുരു, സി. പിതാവേ, ഡി. സഹോദര. ഉത്തരം ബി. ഗുരു. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.